ഇന്ന് പ്രാണായാമം എന്താണെന്ന് മനസ്സിലാക്കാം. പ്രാണായാമം എന്ന് പറയുന്നത് ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഒരു യോഗ അഭ്യാസമാണ്. പ്രാണ, ആയാമം എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഈ വാക്യം വന്നത്. ആയാമം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാക്ടീസ് എന്നാണ്. പ്രാണായാമം എന്നാൽ പ്രാണൻ്റെ ആയാമം എന്നാണ്. പ്രാണായാമം ചെയ്യുന്നതിന് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. സൂര്യനമസ്കാരം കൊണ്ട് എല്ലുകളെയും യോഗാഭ്യാസം കൊണ്ട് ശരീരത്തെയും ഒരുക്കിയ ശേഷം മാത്രമേ പ്രാണായാമം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ അസുഖമുള്ള സമയത്ത് സൂര്യനമസ്കാരം അതുപോലെ തന്നെ യോഗാഭ്യാസങ്ങളും ചെയ്യണമെന്ന് നിർബന്ധമില്ല. വിശന്നിരിക്കുമ്പോഴോ ദാഹിച്ചിരിക്കുമ്പോഴോ പ്രാണായാമം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ വിശപ്പും ദാഹവും പോകും. പിന്നെ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രം പ്രാണായാമം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉച്ഛ്വാസം ബ്ലോക്കാവുകയും മലബന്ധത്തിന് കാരണമാവുകയും ചെയ്യും. തീരെ ഉറക്കമില്ലാത്ത ദിവസം പ്രാണായാമം ചെയ്യാൻ പാടില്ല. പൊടി, പുക, ദുർഗന്ധം, കടും ചൂട്, കടും തണുപ്പ് ഈ 5 സ്ഥലങ്ങൾ ഒഴിവാക്കണം. നല്ല വായുസഞ്ചാരം ഉണ്ടായിരിക്കണം പ്രാണായാമം ചെയ്യാനിരിക്കുന്ന സ്ഥലത്ത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ പ്രാണായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും.